ഓം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയെ ശരണം. പ്രിയ ഭക്തജനങ്ങളെ, മാതാപിതാക്കളെ, നമ്മുടെ കുട്ടികൾ പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് മികച്ച വിജയം കരസ്ഥമാക്കാൻ ഒരു വിഷ്ണുമായ ഭക്തൻ എന്ന നിലയിൽ നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെ പ്രാർത്ഥിക്കാമെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. നമ്മുടെ സ്വാമിയുടെ അനുഗ്രഹത്തോടൊപ്പം ചില ചിട്ടകൾ കൂടി നാം പാലിക്കേണ്ടതുണ്ട്. കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്നതിനു മുൻപായി തന്നെ വീട്ടിൽ നമ്മൾ 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തണം. അതിനുശേഷം കുട്ടികൾ കുളിയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ അവരോട് വന്ന് പ്രാർത്ഥിക്കാൻ പറയുക. കൂടെ നിങ്ങളും പ്രാർത്ഥിക്കണം. നമ്മുടെ സ്വാമിയുടെ സന്നിധിയിൽ നിന്നും ലഭിക്കുന്ന ഭസ്മത്തിന് വലിയ ശക്തിയുണ്ട്. ആ ഭസ്മമോ അല്ലെങ്കിൽ ചന്ദനമോ വലതു കൈയിലെ മോതിരവിരൽ കൊണ്ടെടുക്കുക. ഏതു കാര്യവും തുടങ്ങുന്നതിനു മുൻപ് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണമല്ലോ. അതിനാൽ ആ ഭസ്മത്തിൽ പിടിച്ചുകൊണ്ട് ആദ്യം ഗണപതി ഭഗവാന്റെ മന്ത്രമായ ഓം ഗം ഗണപതയേ നമഃ എന്ന് 3 പ്രാവശ്യം ജപിക്കുക. തുടർന്ന് സരസ്വതി ദേവിയുടെ മന്ത്രമായ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്ന് 3 പ്രാവശ്യം ജപിക്കണം. ഇതിനുശേഷം നമ്മുടെ ഇഷ്ടദേവനെ പ്രാർത്ഥിക്കണം. നമ്മുടെ ഇഷ്ടദേവൻ സർവവിഘ്നങ്ങളും മാറ്റുന്ന സാക്ഷാൽ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയാണല്ലോ. ഭഗവാൻ പരമശിവന്റെയും വിഷ്ണുമായയുടെയും പുത്രനായ നമ്മുടെ സ്വാമിയെയും മഹാവിഷ്ണുവിനെയും മനസ്സിൽ ധ്യാനിച്ച് ഓം നമോ നാരായണായ എന്നോ അല്ലെങ്കിൽ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ എന്നോ 3 പ്രാവശ്യം ജപിക്കുക. ഈ മന്ത്രശക്തിയാൽ ചൈതന്യം നിറഞ്ഞ ആ ഭസ്മം കുട്ടികളുടെ നെറ്റിയിൽ ഭക്തിയോടെ തൊട്ടുകൊടുത്ത ശേഷം അവരെ സ്കൂളിലേക്ക് അയയ്ക്കുക. കുട്ടികൾ അവിടെ എത്തിക്കഴിഞ്ഞ് എക്സാം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ നിലവിളക്ക് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞതാണല്ലോ. അതിനുശേഷം ഗണപതി ഭഗവാന്റെയും നമ്മുടെ ചാത്തൻ സ്വാമിയുടെയും മുന്നിൽ ഒരു വിളക്ക് കൂടി നമുക്ക് കത്തിച്ചു വയ്ക്കാം. എന്നിട്ട് ഗണപതിയുടെ മൂലമന്ത്രമായ ഓം ഗം ഗണപതയേ നമഃ 108 പ്രാവശ്യമോ അല്ലെങ്കിൽ 11 പ്രാവശ്യമോ ചൊല്ലുക. അതിനുശേഷം സരസ്വതി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മീ ദേവിയുടെയും മന്ത്രങ്ങൾ ചൊല്ലാം. അവർ അവിടെ പരീക്ഷ എഴുതുന്ന സമയം മുഴുവനും അല്ലെങ്കിൽ ചുരുങ്ങിയത് 1 മണിക്കൂറോ അരമണിക്കൂറോ എങ്കിലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. നാമജപങ്ങൾക്ക് മുൻപായി ഭഗവാനോടും നമ്മുടെ സ്വാമിയോടും ഒരു കാര്യം പ്രത്യേകം പ്രാർത്ഥിക്കണം. എൻ്റെ മകനോ മകൾക്കോ അവർ പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടാകണമേ. ഏതെങ്കിലും ചോദ്യത്തിൽ എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെട്ടാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴി എൻ്റെ സ്വാമി തെളിയിച്ചു കൊടുക്കണമേ. അവർക്ക് ആയുസ്സും ആരോഗ്യവും വിദ്യാപുരോഗതിയും കൊടുക്കണമേ. ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. നമ്മുടെ കുട്ടികളൊന്നും പഠിക്കാതെ പോയി പരീക്ഷ എഴുതുകയാണെങ്കിൽ ഈ പ്രാർത്ഥനകൾ കൊണ്ടോ വഴിപാടുകൾ കൊണ്ടോ എല്ലാം നന്നായി വരും എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈശ്വരവിശ്വാസം തീരെ ഇല്ലാത്തവർ ഇത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവർ കുറച്ചെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു 70 അല്ലെങ്കിൽ 80% അവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചതൊക്കെ നന്നായി എഴുതാൻ അവർക്ക് ദൈവാനുഗ്രഹം നൽകുന്ന ഒരു ഉപായം മാത്രമാണിത്. അല്ലാതെ ദൈവം വന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് മാർക്ക് വാരിക്കോരി കൊടുക്കും എന്നൊന്നും ആരും വിചാരിക്കരുത്. അവരുടെ കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള ഫലം ഈശ്വരാനുഗ്രഹത്തിലൂടെ അവർക്ക് കിട്ടും. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്കും ഒരു ചെറിയ അംശമെങ്കിലും ഭക്തിയും ദൈവഭയവും ഉണ്ടായിരിക്കണം. ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിൽ നിലവിളക്കിനെയും നമ്മുടെ കുട്ടിച്ചാത്തൻ സ്വാമിയെയും അവർ ഒന്നുകൂടി വിളിക്കണം. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും അവരുടെ മനസ്സും തമ്മിൽ ഒരു അലൈൻമെൻ്റ് ഉണ്ടാകണം. അത് നിലനിൽക്കുകയാണെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂ. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എല്ലാം നന്നായി നടന്നു, പരീക്ഷ നന്നായി എഴുതാൻ കഴിഞ്ഞാൽ ദൈവത്തിന് നന്ദി എന്ന് 3 പ്രാവശ്യം പറയുക.
വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് തീർച്ചയായും ചെയ്യാൻ കഴിയുന്ന കാര്യമാണിത്. ആ ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകാനും കുട്ടികളുടെ ടെൻഷൻ മാറാനും ഇത് തീർച്ചയായും ഉപകരിക്കും. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തത്വമസി.